വറു പോയി വറുക്ക് ഇറങ്ങി ഓടിക്കണേ. ജലീൽ ഗസൽ ഫാത്തിമക്കുട്ടി ഗസൽ ഞാൻ രാവിലെ പാണക്കാട് എങ്ങനെയുണ്ട് വിജയപ്രതീക്ഷ? കേരളത്തിൽ ഇടതുപക്ഷത്തിന് നല്ല മേൽക്കൈ ഉണ്ടാവും ഈ തെരഞ്ഞെടുപ്പിൽ. സാധാരണ എല്ലാ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിലും പ്രാദേശിക തലത്തിൽ നല്ല വേരോട്ടമുള്ള ഇടതുപക്ഷ സംഘടനകൾക്ക് മേൽക്കൈ സ്വാഭാവികമാണ്. പക്ഷേ ഇത്തവണ കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം LDF കാഴ്ചവെക്കും. കഴിഞ്ഞ 9.5 വർഷക്കാലത്തെ ഇടതുപക്ഷ സംസ്ഥാന ഭരണം ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള മതിപ്പും ആവേശവും ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാണ്. ഈ മലപ്പുറം ജില്ലയിൽ പോളിംഗ് ശതമാനം വരുന്നത് ഇടതുപക്ഷത്തിന് വിജയ സാധ്യത കൂട്ടുമോ അതോ കുറക്കുമോ? അല്ല, പോളിംഗ് ശതമാനം ഉയരുന്നത് ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം അത് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള ജനങ്ങൾ നല്ല രീതിയിൽ തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ജില്ലയിലെ ഇടതുപക്ഷത്തിൻ്റെ മുന്നേറ്റം എത്രത്തോളം ഉണ്ടാവും? ജില്ലയിൽ കഴിഞ്ഞ തവണത്തെക്കാളും മെച്ചപ്പെട്ട പ്രകടനം ഇടതുപക്ഷം കാഴ്ചവെക്കും. കഴിഞ്ഞ ദിവസം മറ്റേ 1-ാം വാർഡിൽ പൈസങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വോട്ടഭ്യർത്ഥന ഉണ്ടായിരുന്നു. കീഴലോകത്തും പരലോകത്തും ഒരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാനത് മുസ്ലിം ലീഗിനെ ട്രോളിയിട്ട് പറഞ്ഞ ഒരു കാര്യമാണത്. ലീഗ് സാധാരണ പറയാറുള്ളത് ഇടതുപക്ഷത്തുള്ള ആളുകളെ ഡിസ്പിരിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പറയാറുള്ള ഒരു കാര്യം ഞാൻ അവരെ ട്രോളി തമാശയായിട്ട് പറഞ്ഞതാണ്. വലിയൊരു വിവാദത്തിലേക്ക് പോകും. അങ്ങനെ ഒരു വിവാദത്തിലേക്ക് അത് പോകേണ്ട കാര്യമില്ല. തങ്ങൾ വളരെ നല്ലൊരാളാണ്. അപ്പോൾ ആ നല്ല ഒരാളുടെ ഒരു മഹിമ പറഞ്ഞപ്പോൾ തമാശക്ക് ലീഗ് സാധാരണ പ്രയോഗിക്കാറുള്ള അത്തരം കാര്യങ്ങളെ ഒന്ന് ട്രോളി നമ്മൾ പറഞ്ഞു എന്ന് മാത്രം. അതൊരു തമാശ എന്നുള്ള രൂപത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്, എല്ലാവരും കരുതിയിട്ടുള്ളതും. കാരണം അപ്പോഴത്തെ ഞാനത് പറഞ്ഞ സമയത്ത് ആളുകളുടെ ഒരു
പ്രതികരണം തന്നെ അതിൻ്റെ തെളിവാണ്.